ഓൺലൈൻ ടാക്സി സർവീസ് തങ്ങളുടെ ഉപജീവന മാർഗത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന പരാതിയുമായി മൂന്നാർ മേഖലയിലെ ടാക്സി ഡ്രൈവർമാർ രംഗത്ത്. മൂന്നാർ മേഖലയിലേക്ക് നടക്കുന്ന ഓൺലൈൻ ടാക്സി സർവീസുകൾ നിയമവിരുദ്ധമാണെന്നാണ് ലോക്കൽ ടാക്സി ഡ്രൈവർമാരുടെ വാദം. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ ലോക്കൽ ടാക്സി ഡ്രൈവർമാർ മർദ്ദിക്കുന്നുവെന്ന തരത്തിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ടാക്സി മേഖലയിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും ലോക്കൽ ടാക്സി ഡ്രൈവർമാരും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുകയാണ്. ആനച്ചാലിൽ വെച്ച ലോക്കൽ ടാക്സി ഡ്രൈവർ മർദ്ദിച്ചുവെന്ന പരാതിയുമായി കഴിഞ്ഞ ദിവസം ഓൺലൈൻ ടാക്സി ഡ്രൈവർ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഓൺലൈൻ ടാക്സി സർവീസ് തങ്ങളുടെ ഉപജീവന മാർഗത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന പരാതിയുമായി മൂന്നാർ മേഖലയിലെ ടാക്സി ഡ്രൈവർമാർ രംഗത്തെത്തിയിട്ടുള്ളത്. ഇത്രയും കാലം ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന ഈ മേഖലയിൽ ഓൺലൈൻ ടാക്സികളുടെ കടന്നുവരവോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നും തങ്ങൾക്ക് ലഭിക്കുന്ന ഓട്ടങ്ങൾ ഇല്ലാതാക്കാനായി വളരെ കുറഞ്ഞ നിരക്കിലാണ് ഓൺലൈൻ ടാക്സികൾ സർവീസ് നടത്തുന്നതെന്നും ലോക്കൽ ടാക്സി ഡ്രൈവർമാർ പരാതി ഉന്നയിക്കുന്നു. കൂടാതെ മൂന്നാർ മേഖലയിലേക്ക് നടക്കുന്ന ഓൺലൈൻ ടാക്സി സർവീസുകൾ നിയമവിരുദ്ധമാണെന്നും ലോക്കൽ ടാക്സി ഡ്രൈവർമാർ പറഞ്ഞു. 2017 ഓർഡറിൽ ഞങ്ങൾക്ക് എയർപോർട്ട് പരിസരവും റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമേ കൊച്ചിയിൽ ഓടാനുള്ള ഒരു പെർമിഷനെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഞങ്ങൾക്ക് അതുകൊണ്ട് ഓൾ ഓവർ കേരള തരണമെന്നും പറഞ്ഞുകൊണ്ട് DGPക്ക് വീണ്ടും ഒരു ഓർഡർ കൊടുക്കാൻ പറഞ്ഞ് അവർ ഹൈക്കോടതിയിൽ ഒരു അഫിഡേവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഓർഡറിൽ 2017 ഓർഡറിൽ അവർക്ക് എറണാകുളം മാത്രം ഓടാനുള്ള ഒരു ഓർഡറേ കൊടുത്തിട്ടുള്ളൂ. ഈ ഹൈ റേഞ്ചിലേക്ക് വരാനുള്ള ഒരു ഓർഡറും കൊടുത്തിട്ടില്ല. അവർ ഈ ഓർഡർ തെറ്റിദ്ധരിപ്പിച്ച് ആണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഓടുന്നത്. ഈ പ്രശ്നമുണ്ടായ വാഹനം ഓൺലൈൻ ടാക്സി എന്നും പറഞ്ഞാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അയാൾ ഓലോയോ യൂബറിലോ ഏതെങ്കിലും ഇതിൽ അംഗമാണോ, ഈ വാഹനം ഈ ഓലോ യൂബറിൽ പെട്ടതാണോ എന്നുള്ളതിന് ഒരു തെളിവില്ല. പക്ഷേ അയാൾ വാർത്ത കൊടുത്തത് ഓൺലൈൻ ടാക്സി എന്നും പറഞ്ഞു. അങ്ങനെയുണ്ടെങ്കിൽ ഓൺലൈൻ ടാക്സിക്ക് ഇവിടെ എടുക്കാനുള്ള അനുവാദമുണ്ടെങ്കിൽ ആ അനുവാദം ഇവരിവിടെ കൊണ്ട് കൊടുക്കണ്ടേ? ഓൾ ഓവർ കേരള എടുക്കാനുള്ള അനുവാദം അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവരുകൊണ്ട് സ്റ്റേഷനിൽ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഈ കേസിന് ബദലായിട്ട് ഈ പറയുന്ന വ്യക്തിയുടെ പേരിൽ ഈ പറയുന്ന കോടതി അലക്ഷ്യത്തിന് കേസ് എടുക്കണമല്ലോ. കഴിഞ്ഞ ദിവസം ആനച്ചാലിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവറെ ലോക്കൽ ടാക്സി ഡ്രൈവർമാർ മർദ്ദിച്ചുവെന്ന പ്രചരണവും പരാതിയും അടിസ്ഥാനരഹിതമാണെന്നും ആനച്ചാൽ സ്വദേശിക്ക് ലഭിച്ച ഓട്ടം കുറഞ്ഞ നിരക്കിൽ പിടിച്ചത് സംബന്ധിച്ച് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും ആനച്ചാൽ കാർ ടാക്സി യൂണിയൻ CITU സെക്രട്ടറി ജോൺ മാത്യു പറഞ്ഞു. രാത്രി ഒരു 9 മണി 9:30 ശേഷം ഉള്ള ഒരു സമയമാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ആ വണ്ടി വീണ്ടും അവിടെ തന്നെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വീണ്ടും ഇടപെട്ട് ഈ വണ്ടി എന്താണ് ഇവിടെ കിടക്കുന്നത്, ഇവിടുന്ന് SI അടക്കം പറഞ്ഞു വിട്ട വണ്ടി വീണ്ടും ഇവിടെ കിടക്കുന്നത് എന്തിനാണ്, ഇവിടെ നിന്ന് ട്രിപ്പ് എടുക്കാൻ പറ്റത്തില്ല, നമ്മൾ സാധാരണക്കാർ ഇവിടെ കുറേ പേര് വർഷങ്ങളായിട്ട് ഈ ജോലി എടുത്ത് ജീവിക്കുന്നവരുണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുത് പോകണം എന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അതിനുശേഷം പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ അറിയുന്നത് നമ്മൾക്കെതിരെ വെള്ളത്തൂർ സ്റ്റേഷനിൽ കേസുണ്ടെന്നും ഈ വണ്ടി തല്ലി തകർത്തിട്ട് അതിൻ്റെ ചില്ലുകൾ തല്ലിപ്പൊട്ടിച്ചു ഡ്രൈവർ എന്ന രീതിയിൽ വെള്ളത്തൂർ സ്റ്റേഷനിൽ കേസ് എടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളോട് കുറച്ച് ആളുകളുടെ ആരൊക്കെയാണെന്ന് അവർക്കും വ്യക്തതയില്ലാത്ത കുറച്ച് ആളുകൾ, നമ്മുടെ സ്റ്റാൻഡിൽ പോലും ഇല്ലാത്ത കുറച്ച് പേരുകൾ കൊടുത്തിട്ടും അഡ്രസ്സ് തെറ്റായിട്ടുള്ള കുറച്ച് ആളുകൾ, നമുക്കറിയത്തില്ലാത്ത കുറച്ച് ആളുകളെ ചേർത്തുകൊണ്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അവ കൂട്ടത്തിൽ നമ്മുടെ 1-2 പേരുടെ പേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് ജാമ്യം എടുത്ത് നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ കേസിൽ ഞങ്ങൾക്ക് യാതൊരു മനസ്സറിവും ഉള്ളതല്ല. അയാളെ തല്ലുകയോ ഈ വണ്ടി തല്ലിപ്പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വണ്ടി തകർക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ആർക്കും യാതൊരു ബന്ധവും ഇല്ലാത്തതുമാണ്. അതേസമയം ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും ലോക്കൽ ടാക്സി ഡ്രൈവർമാരും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നതിന്റെ സൂചന നൽകിയുള്ള ശബ്ദ സന്ദേശങ്ങൾ വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട്. കയ്യാങ്കളിയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കണമെന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് പ്രചരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ DGP അടക്കമുള്ളവർക്ക് പരാതി നൽകിയതായി KDHP ഓൾ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ ചെയർമാൻ സുമേഷ് കുമാർ, പ്രസിഡന്റ് നാരായണസ്വാമി, സെക്രട്ടറി P തമ്പിദുരൈ, ആനച്ചാൽ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി ജോൺ മാത്യു, സെക്രട്ടറി PU അനിൽ എന്നിവർ പറഞ്ഞു.